ഹലോ എവരി വൺ, സോ വെൽക്കം ബാക്ക് ടു പാർട്ട് 2. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഉലുൻ താനു വാട്ടർ ടെമ്പിളാണ്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ലൈക്ക് ബാലി ടെമ്പിൾ ഇൻ ദ ലേക്ക്. സോ ഇത് ഇവർ അവരുടെ വാട്ടർ ഗോഡിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു ടെമ്പിളാണ്. ഓൾമോസ്റ്റ് ബിൽഡ് ഇൻ 16th century. സോ ഇതിൻ്റെ സീനിക് ബ്യൂട്ടിയും ഇതിൻ്റെ പെർട്ടിക്കുലർ ഒരു ടാച്ച്ഡ് ആർക്കിടെക്ചറും കാണാനാണ് ആളുകൾ ഇവിടെ വരുന്നത്. ആൻഡ് ഓൾസോ യു ക്യാൻ ഗോ ഫോർ സം ഫോട്ടോ ഷൂട്ട്സ്. ഐ ഹവ് ഡൺ സം ബാലിനീസ് ഇൻഡോനേഷ്യൻ ബ്രൈഡ് ഫോട്ടോഷൂട്ട് ഓവർ ഹിയർ. ഇത് ഭയങ്കര സൂപ്പർ സ്ഥലമായിരുന്നു. ഇവിടെ നിന്ന് വരാൻ തന്നെ തിരിച്ചു തോന്നത്തില്ല. ദ വേ ടു ഗോട്ട് മെയിൻറ്റെയിൻഡ് ആൻഡ് ഓൾ. ഇവിടെ ബുദ്ധനെയും അവർ വെച്ചിട്ടുണ്ട് ആൻഡ് ഓൾസോ സം ഹിന്ദു ഗോഡ്സ്. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് താന ലോട്ട് ടെമ്പിൾ. താന ലോട്ട് ടെമ്പിൾ ഈസ് ഓൾസോ വെരി ഫേമസ് ഓവർ ഹിയർ. ഇവിടെയും ഈ ഗേറ്റ്സ് ആണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ദ ഗേറ്റ്സ് ആർ വെരി ഫേമസ്. എവിടെ ചെന്നാലും ഈ ഒരു ഗേറ്റ് ആർക്കിടെക്ചർ കാണാൻ പറ്റും. താന ലോട്ട് നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹൈ ടൈഡ് വരുന്ന സമയത്ത് നമുക്ക് ഈ സ്ഥലത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. കംപ്ലീറ്റ്ലി വെള്ളത്തിനടിയിലായിരിക്കും. ഇപ്പോൾ ലോ ടൈഡിൻ്റെ സമയമാണ്. നമ്മൾ മോർണിംഗ് ആണ് പോയത്. അപ്പോഴാണ് നമുക്ക് ഈ ടെമ്പിളൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നത്. ഇതാണ് താന ലോട്ടിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് ഇൻ ദ സീ. ആൻഡ് ഇതാണ് ആ സേക്രഡ് ടെമ്പിൾ. ആ സേക്രഡ് ടെമ്പിളിൽ നമുക്ക് ഫ്രഷ് വാട്ടർ കിട്ടുന്നതാണ്. ബാക്കി ചുറ്റിലും സാൾട്ട് വാട്ടർ ആണെങ്കിൽ അതിനകത്ത് ഫ്രഷ് വാട്ടർ ആയിരിക്കും. അതാണ് നമ്മൾ മെയിനായിട്ട് അവിടെ കാണാൻ പോകുന്നത്. പിന്നെ അതിൻ്റെ അകത്തേക്ക് അവർ അങ്ങനെ കടത്തുന്നില്ല ആരും. ഞങ്ങളുടെ ഗൈഡ് അബു എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ജാവയിലേക്ക് പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ടാണ് ബാലിയിലേക്കും ഹിന്ദുസ് വന്നത് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഇത് ആക്ച്വലി മുസ്ലിം ഡോമിനേറ്റഡ് കൺട്രിയാണ്. പക്ഷേ ഇവിടെ മുസ്ലിംസും ഇവിടെ വന്ന് ഓഫർ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ ദേവനെയും ഇവിടുത്തെ ഫോളോവേഴ്സിനെയൊക്കെ ഇത് ചെയ്യാൻ വേണ്ടി ഏതോ ഒരു കിങ് വന്നിട്ട് ലൈക്ക് സം ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്ത് ഒരു ബ്ലാക്ക് സ്നേക്കിനെ വിട്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടാണ് ബ്ലാക്ക് സ്നേക്ക്. ഇപ്പോഴും അത് അവിടെയുണ്ട്. ആൻഡ് ദേ ആർ വെരി പോയ്സണസ്. അത് അവരുടെ സ്കാഫിൽ നിന്ന് ഇറ്റ് ഗോട്ട് ടേൺഡ് ഇൻ ടു സ്നേക്സ്. ആൻഡ് അവിടെ എല്ലാം ആ സ്നേക്സ് ആയെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു കേവ് ഉണ്ട്. അവിടെയാണ് നമുക്ക് ഒരുപാട് ആ സ്നേക്സിനെ കാണാൻ പറ്റും. ഇതാണ് ആ സീക്രട്ട് ടെമ്പിൾ. സോ അതിൻ്റെ അകത്തേക്ക് റിച്വൽ ചെയ്യാൻ അവർ നമ്മളെ വിടത്തില്ല. പക്ഷേ ഇവിടെ പോയി നമുക്ക് ജസ്റ്റ് യു ക്യാൻ സീ ദാറ്റ് റോക്ക് എന്നുള്ളത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അവിടെ ഇതാണ് ഫ്രഷ് വാട്ടർ. അതും കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. ചുറ്റിലും സാൾട്ട് വാട്ടർ ആയിട്ട് അവിടെ മാത്രം നമുക്ക് ഫ്രഷ് വാട്ടർ കിട്ടും. സോ അതെല്ലാം കാണാനായിട്ട് നമ്മൾ അതിനകത്തേക്ക് പോയി. ഈ കേവിൻ്റെ അകത്താണ് ബ്ലാക്ക് സ്നേക്സ് ഉള്ളത്. അവിടെ ഒരു പുള്ളി ഇരിപ്പുന്നുണ്ടാവും. അയാൾ പറഞ്ഞാൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. സീ ദ ബ്യൂട്ടി. ഇത് ഒരു രക്ഷയില്ലായിരുന്നു ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. നിങ്ങളിത് പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും. ഇങ്ങനത്തെ ഒരുപാട് വ്യൂസ് ഇവിടെ ഉണ്ട്. സോ അവിടെ എല്ലാം ഓരോരോ ടെമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് ഉലുവാട്ടു ടെമ്പിളാണ്. ഇതൊരു മങ്കി ടെമ്പിളാണ്. സോ ദിസ് ഇസ് വെരി ഫേമസ് ഫോർ മങ്കീസ്. ഇവിടെ ഒരു കെക്കാക് ഡാൻസും ഉണ്ട്. അത് ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ പറയാം. സോ ഇവിടുത്തെ മങ്കീസ് കുറച്ച് നൊട്ടോറിയസ് ആണ്. സോ ഇതാണ് നമ്മൾ ആ ടോപ്പിൽ പോയപ്പോൾ ഉള്ള അവസ്ഥ. നമ്മുടെ എല്ലാ സാധനങ്ങളും അവർ സ്നാച്ച് ചെയ്ത് കൊണ്ടുപോകും. സോ പകരം അവർക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം. സോ നമ്മളെപ്പോഴും ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അവർക്കും എന്തെങ്കിലും നമ്മുടെ ഫോണാണ് അവരുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഈ ഇരിക്കുന്ന മങ്കി അവിടെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫോൺ അടിച്ചു മാറ്റിയിരുന്നു. ആ സമയത്ത് ആക്ച്വലി നമ്മൾ ഫോൺസ് ഔട്ട് സൈഡ് എടുക്കാൻ പാടില്ല. അതുകൊണ്ട് പിന്നെ എനിക്ക് ആ ഒരു രംഗമൊന്നും അങ്ങ് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ കഷ്ടപ്പെട്ടാണ് ഈ വ്യൂ ഒക്കെ എടുത്തത്. കാരണം ചുറ്റിലും മങ്കീസാണ്. എപ്പോഴാണ് തരാമെന്ന് പറയാൻ പറ്റത്തില്ല. ആൻഡ് ദേ ആർ ബിറ്റ് ഡേഞ്ചറസ് ഓൾസോ. നമ്മളെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും.
ഇവിടെ ഇങ്ങനെ ആൽബിനോ വെറൈറ്റിയിലുള്ള ഒരു വൈറ്റ് മങ്കി ഉണ്ട്. ആൻഡ് ദെൻ കൺസിഡർ ഇറ്റ് ആസ് എ സീക്രട്ട് ഹനുമാൻ മങ്കി. ഇതാണ് ഉലുവാറ്റുലെ സൺസെറ്റ്. ദിസ് ഇസ് സോ സൂപ്പർ. ആൻഡ് ഇവിടെയാണ് കെക്കാട്ട് ഡാൻസ് നടക്കുന്നത്. സോ കെക്കാട്ട് ഡാൻസിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് പാർട്ടിലിടാം. Bali is always famous for its rice terrace farming. എവിടെ നോക്കിയാലും ടെറസ് ഫാമിംഗ് കാണാം. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ബിനോവ ബീച്ചും അവിടുത്തെ വാട്ടർ ആക്ടിവിറ്റീസാണ്. നമ്മൾ കുറച്ച് വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിരുന്നു. ഇത് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സ്റ്റോൺ ബാംഗിൾസ് അവിടെ തന്നെ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരാളാണ്. പുള്ളിയുടെ അടുത്തിരുന്ന് ഞങ്ങൾ കുറേയൊക്കെ മേടിച്ചു. നമ്മൾ നല്ലൊരു സീ ഷാക്ക് ഡിന്നറും ഗ്രൂപ്പായിട്ട് കഴിച്ചു കേട്ടോ.